ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെണ്ടയ്ക്ക സ്റ്റൂ ആണ്. നമുക്ക് അപ്പത്തിനോ അതുപോലെ ചോറിനോ പൊറോട്ടയ്ക്ക് എന്തിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു നല്ല സ്റ്റൂ കറിയാണിത്. വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: വെണ്ടയ്ക്ക ഒരു 300 ഗ്രാം, 6 പച്ചമുളക്, മഞ്ഞൾ ഒരു 1/4 ടീസ്പൂണ്, മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂണ്, കറിവേപ്പില 2 തണ്ട്, തേങ്ങാപ്പാൽ 1-2 പാലായിട്ടെടുത്ത്, കടുക് 1/2 ടീസ്പൂണ്, എണ്ണ 3-4 ടേബിൾ സ്പൂൺ അളവിന്, പെരിഞ്ജീരകവും പട്ടയും ഏലക്കയും ഗ്രാമ്പും കൂടെ കൂട്ടി പൊടിച്ച ഗരം മസാല. ഇതാണ് നമുക്ക് ആവശ്യമായിട്ട്. നമ്മൾ ആദ്യമേ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 60 മില്ലിയോളം അടുത്ത് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് അതിനുശേഷം 1 ഇഞ്ച് നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി ഇതുപോലെ മുറിച്ചെടുത്തത് അതിലേക്കിട്ട് നല്ലപോലെ എണ്ണയ്ക്കകത്തൊന്ന് മിക്സാക്കി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അത് ഒരു മൂടി വെച്ച് മൂടി ഒരു 5 മുതൽ 6 മിനിറ്റ് അതൊന്ന് വേവിച്ചെടുക്കുക. അന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മളെടുത്തിട്ട് വഴറ്റിയെടുക്കുക. അത് ആ എണ്ണയ്ക്കകത്തുനിന്ന് പകുതി മുക്കാൽ വഴന്ന് വരണം. കാരണം എന്താണെന്ന് വെച്ചാൽ വെണ്ടയ്ക്കയ്ക്ക് വഴുക്കളുള്ളതുകൊണ്ടാണ് നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നത്. അത് അങ്ങനെ വഴറ്റി അത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. നമ്മുടെ വെണ്ടയ്ക്ക ഒരു പകുതിക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അത് മൊത്തമായിട്ട് കോരിയെടുക്കുക. അപ്പോൾ നമുക്ക് കോരിയെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ആ പാനിനകത്ത് കുറച്ച് എണ്ണ ശേഷിക്കും. ആവശ്യമെങ്കിൽ ഒരല്പം എണ്ണയും കൂടി അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ചിട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ അളവിന് കടുക് അതിലിട്ട് പൊട്ടിച്ച് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും ചേർത്തൊന്ന് ഇളക്കി അതിനുശേഷം അതിലേക്ക് നമ്മൾ ഒരു 6 പച്ചമുളക്, നടുവേ പിളർന്ന പച്ചമുളക്, അത് നമ്മൾ ആ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് അതോട് കൂട്ടി ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ച് ചെയ്താൽ മതി. കൂടുതൽ തീ കൂട്ടി വയ്ക്കണ്ട. അങ്ങനെ മീഡിയം ഫ്ലെയിമിലിരുന്ന് അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേ അതിലേക്ക് നമ്മളൊരു 10 ചെറിയ ഉള്ളി അത് 2ആയിട്ട് പിളർന്ന് അതുകൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയം അല്പം ഉപ്പ് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട്. നമ്മളിവിടെ ഒറ്റ പ്രാവശ്യമായിട്ട് ഉപ്പ് ചേർക്കുന്നത്. കാരണം പല പ്രാവശ്യമായിട്ട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പിൻ്റെ അളവിൽ ചിലപ്പോൾ വ്യത്യാസം വരും. ഒന്നിൽ കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുക. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർക്കുക. ആ പച്ചമണം അതിന് മാറിയതിന് ശേഷം നമ്മൾ അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി ഒരുപാട് വേണ്ട, 1/4 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മളതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിന് മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ അളവിന് ഗരം മസാലയും നമ്മൾ പൊടിച്ച് വെച്ച ഗരം മസാലയും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഗരം മസാല വാങ്ങിക്കുന്നതായാലും കുഴപ്പമില്ല, നമ്മളിത് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി വരും. എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2ാം പാല് 1 കപ്പ് അളവിലുണ്ടാവും. അത് ഒഴിച്ച് കൊടുത്ത് അതുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യമെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അത് ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം. ഇതെല്ലാം ചെറു തീയിലിരുന്ന് വേണം തിളയ്ക്കാനായിട്ട്, ഒരുപാട് തീ കൂട്ടി വെക്കേണ്ട. ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് 1 ടീസ്പൂൺ അളവിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച്, ഉപ്പിൻ്റെ ടേസ്റ്റ് അവനവൻ്റെ താല്പര്യത്തിന് രുചിക്കും അനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഗ്രേവി കുറവാണ്, അപ്പോൾ അതിന് നമ്മൾ കുറച്ച് വെള്ളം കൂടെ കൂട്ടി ഒഴിച്ചിട്ട് നന്നായിട്ടത് തിളയ്ക്കാൻ അനുവദിക്കുക. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന നമ്മളുടെ വെണ്ടയ്ക്കയുടെ കഷ്ണം ഇട്ട് കൊടുക്കുക. ഈ വെണ്ടയ്ക്ക ഒരു പാതിക്ക് മുകളിൽ ഫ്രൈ ആയിട്ടുള്ളൂ, കൂടുതൽ ഫ്രൈ ആകണ്ട. അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം ഇതൊരു മൂടി ഒരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ 5 മുതൽ 6-7 മിനിറ്റ് വരെ അത് വേകുന്നതിനനുസരിച്ച് നമുക്ക് വയ്ക്കാം. അങ്ങനെ മൂടിയിട്ട് അത് വെന്തതിന് ശേഷം നമ്മൾ മൂടിയെടുത്ത് അതിലേക്ക് നമ്മൾ 1/4 പാല്, 1 കപ്പ് 1/4 പാല് അതുകൂടെ ഒഴിച്ച് കൊടുക്കുക. ഈ സമയം എല്ലാം നമ്മൾ ചെറിയ തീയിൽ മാത്രം ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഗുഡ് ബൈ പറയുന്നു.